പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം. 197 എപ്പിസോഡിലേക്ക് നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളതും എന്നാൽ ഇന്നേയോളം സഭയ്ക്ക് ലഭ്യമായിട്ടില്ലാത്തതുമായ ചില പുസ്തകങ്ങളെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പ്രതിപാദിക്കുന്നത്. യഹോവയുടെ പുസ്തകം എന്നത് വേദപുസ്തകമാണെന്നും അതിലെല്ലാം ഉണ്ടെന്നും മറ്റൊന്നും ആവശ്യമില്ല എന്നും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുടെ ചിന്തയ്ക്കായി ഈ എപ്പിസോഡ് സമർപ്പിക്കുന്നു. വേദപുസ്തകം തന്നെ മറ്റു ചില പുസ്തകങ്ങളെക്കുറിച്ച് സൂചന നൽകുന്നുണ്ട്. ഈ പുസ്തകങ്ങൾ എവിടെയാണ് ഉള്ളത്, ഇതിലെന്തെല്ലാമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്, ഇതൊന്നും സഭയ്ക്ക് വ്യക്തമായി അറിവില്ല. റോമാലേഖനം 2-ാം അധ്യായം 16-ാം തിരുവചനം എൻ്റെ സുവിശേഷം എന്ന് പൗലോസ് എഴുതിയിരിക്കുന്നു. 4 സുവിശേഷങ്ങൾ സഭയ്ക്ക് ലഭ്യമായിട്ടുണ്ട്. എന്നാൽ പൗലോസ് ശ്ലീഹായുടെ സുവിശേഷം എവിടെയാണ് ഉള്ളതെന്ന് ആർക്കറിയാം? കൊലോസ്യ ലേഖനം 4:16 ലവോദോക്യ ലേഖനം വായിക്കണമെന്ന് സഭയോട് കൽപ്പിക്കുന്നു. എന്നാൽ ഈ പുസ്തകത്തെക്കുറിച്ച് നമുക്ക് അറിവില്ല. ഇത് എഫേസ്യ ലേഖനം തന്നെയാണെന്ന് ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ നിലപാട് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഈ ലേഖനം നമുക്ക് ആവശ്യമല്ലേ? 1 ദിനവൃത്താന്തം 29:30 വാക്യം സമൂവേലിൻ്റെ വൃത്താന്തം എന്ന് എഴുതിയിരിക്കുന്നു. ഈ പുസ്തകം എവിടെയുണ്ട്? അതേപോലെ തന്നെ 2 ദിനവൃത്താന്തം 19:29 നാഥാൻ പ്രവാചകന്റെ പുസ്തകമെന്നും ഗാദിൻ്റെ വൃത്താന്തം എന്നെല്ലാം എഴുതിയിരിക്കുന്നു. ശലോമോൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യാവസാനം നാഥാൻ പ്രവാചകന്റെ വൃത്താന്തത്തിലും സിലോന്യനായ അഹിയാവിൻ്റെ പ്രവാചകത്തിലും ഇദ്ദോദർശകന്റെ ദർശനങ്ങൾ എഴുതിയിരിക്കുന്നുവെന്നാണ് ഈ വാക്യത്തിൽ നാം വായിക്കുന്നത്. 2 ദിനവൃത്താന്തം 20:34 പറയുന്നു, യോസാഫാത്തിൻ്റെ വൃത്താന്തവും യേഹൂവിൻ്റെ വൃത്താന്തവും. ഈ പുസ്തകങ്ങൾ എവിടെയാണ് ഉള്ളത് എന്ന് ഇന്നും നമുക്ക് അജ്ഞാതമാണ്. യൂദായുടെ ലേഖനം 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ഹാനോക്കിൻ്റെ പ്രവചനം. ഇത് എവിടെയാണ് എന്ന് ഇനിയും കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 23 നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തെന്ന് എഴുതിയിരിക്കുന്നു. ഈ പ്രവചനവാക്യം എവിടെയാണ്? അതാരുടേതാണ്? ഏത് പ്രവാചകനാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ന് ലഭ്യമായ പുസ്തകങ്ങളൊന്നും ഈ വാക്യങ്ങൾ കാണുന്നില്ല. ഈ പുസ്തകം എവിടെയാണെന്നുള്ളത് സഭ അന്വേഷിച്ച് കണ്ടെത്തണ്ടേ? ഇതിൻ്റെ മൂലരേഖ നമുക്ക് അജ്ഞാതമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 5:9 ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പൗലോസ് ശ്ലീഹ എഴുതുന്നു. പൗലോസ് ശ്ലീഹ എഴുതിയ ഈ ലേഖനം ഏതാകുന്നു? എവിടെയാണ് ഇതിൻ്റെ മൂലഗ്രന്ഥമുള്ളത്? ഇപ്രകാരം വേദപുസ്തകം ശ്രദ്ധയോടെ പഠിക്കുമ്പോൾ ഇതുപോലെ പല പുസ്തകങ്ങളും ഉള്ളതായി മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ഇവയൊന്നും തന്നെ ഇന്ന് ലഭ്യമല്ല എന്നുള്ളതും നാം അറിഞ്ഞിരിക്കണം. ഇതൊന്നും സഭയ്ക്ക് ആവശ്യമില്ല എന്ന നിലപാട് എടുക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് 66 പുസ്തകങ്ങൾ മാത്രമേ സത്യപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയതായിട്ടുള്ളൂ എന്ന നിലപാട് വേദപുസ്തക വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ 66 പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സഭകൾ അപൂർണവും ആകുന്നു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേട്ടവർക്ക് നന്ദി. തണ്ണിക്കോട്ടച്ചൻ.